ജീവിതം മുഴുവൻ എനിക്ക് ആസ്വദിക്കണം. സ്വന്തം തടവുമുറിയുടെ താക്കോൽ സിന്ധിയുടെ കയ്യിലാണ്. സിന്ധി വിചാരിച്ചാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. Okay, good night. Night. സമയം എന്തായി? മണി 2. നല്ല വാച്ച്. ഇത് ഞാൻ എടുത്തോട്ടെ? അല്ല, പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടേ? ഇല്ല, പാലേന്ന് എടുത്തോളൂ. ഇതിന് ഒരു സ്വർണ്ണ ചെയിനായിരുന്നു വേണ്ടത്. എന്ത് ചെയ്യാൻ കാശില്ലല്ലോ. സാറില്ല, സാഹിബിനോട് പറഞ്ഞു തരും. അല്ലെങ്കിൽ മകളോട് പറയാം. വേണ്ട. പിന്നെ സാറ് തരുമോ? തരാം. ഇപ്പൊ വേണ്ട, നാളെ തന്നാലും മതി. നാളെ കാലത്ത് ഞാൻ ഓഫീസിൽ വരാം. ഓക്കെ? ആ, പിന്നൊരു കാര്യം, ചിലപ്പോൾ ഞാൻ ആർക്കെങ്കിലും വിറ്റെന്ന് വരും. എനിക്ക് കാശിന്റെ സ്വല്പം ആവശ്യമുണ്ട്. ഓക്കെ? ഓക്കെ. ഇത് മതി. ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ? ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിപ്പിക്കാം. ശരി. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. സാറ് തന്നെ രക്ഷിക്കണം. മുത്തന്റെ പേരിൽ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, ഭവനഭേദനം, മോഷണം, അടിപിടി. സാറിന് സത്യം അറിയാമല്ലോ. പക്ഷേ സായിപ്പിനോട് എതിർക്കാനുള്ള കഴിവ് എനിക്കില്ല. അയാളെന്നെ നശിപ്പിച്ചു കളി. എന്നാൽ പ്രസിഡന്റ് അറിയാൻ ഒരു വിശേഷം കൂടി ഞാൻ പറയാം. ആശുപത്രിയിൽ വെച്ച് ചെല്ലയന്റെ കൈ മുറിച്ചു കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ വൈദ്യരെ? എന്നാ ഒരു ഉപകാരം ചെയ്യാമോ? ആ മനുഷ്യന്റെ കഴുത്തുകൂടെ മുറിച്ചു കളയാൻ സാഹിബിനൊന്ന് പറയാമോ? ഇതെങ്ങനെ കിട്ടി? പുറത്തെ പണിക്ക് പോയപ്പോ കിട്ടിയതാ. ഇതുകൊണ്ട് എങ്ങനെയാ ബൂട്ട് വിളിക്കുന്നത്? കണ്ണൂർ ജയിലും വിയൂർ ജയിലും ചാടിയത് ഒരു ലക്ഷം കണ്ണാടി ഇരുമാണി കൊണ്ടാ. സമയത്ത് ഇങ്ങനെ കരയുന്നത് നല്ലതല്ല. മുത്തന് ഒരു കുഴപ്പമുണ്ടാവില്ല. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ അമ്മയെ ജയിലിൽ കൊണ്ടുപോയി മുത്തനെ കാണിക്കാം. എന്താ
അമ്മ വരുന്നു. ആ ദിവസത്തിന് ശേഷം അമ്മ ഒന്നും മിണ്ടാറില്ല. പല ദിവസങ്ങളിലും ഒന്നും കഴിക്കാറില്ല. തങ്കമ്മേ, നീ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് വന്നാ മതി. വേണ്ട, ചോറും കറിയും ഞാൻ വെച്ചോളാം. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും ആയാൽ ആരും ഒന്നും വെക്കുകയുമില്ല കഴിക്കുകയുമില്ല. ശരിയാണ്, നാളെ മുതൽ ഇവള് വന്ന് ചോറും കറിയും വെച്ചു തരും. ഞാൻ പോകുന്നു അമ്മേ. വാവിന് മുമ്പ് പൂജ നടത്തില്ലെങ്കിൽ മാരിയമ്മന്റെ പൂജയല്ലേ, മാരിയമ്മൻ അത് തക്ക സമയത്ത് നടത്തും. അപ്പന്റെ കൈ ഒരിക്കലും ശരിയാവൂലേ? ഇല്ല മോനെ. അപ്പനിനി പന കയറാനും ഒക്കൂലേ? ഇല്ല മോനെ. ചെല്ലയ്യ, ഒന്നുകിൽ എന്റെ മുതൽ തരണം, അല്ലെങ്കിൽ പലിശ തരണം. ഇത് രണ്ടും തരാത്ത ഈ പരിപാടി പറ്റില്ല. എനിക്ക് യാതൊരു നിവൃത്തിയില്ലഞ്ഞിട്ടാണ്. എന്നാ ശരി, തൽക്കാലം ആ രണ്ട് പനയും ഞാൻ വെട്ടിക്കൊണ്ടു പോകാം. അതിന്റെ കാശ് പലിശ ഇനത്തിൽ കണക്കായിക്കൊള്ളാം. അയ്യോ, അത് പറ്റില്ല. എന്റെ അപ്പന്റെ കൈ കൊണ്ട് വെച്ച പനയാണ്. അവരൊക്കെ പറയും, വായ നോക്കി നിൽക്കാതെ പോയി വെട്ടടാ. അയ്യോ, അരുവി. വെട്ടായം. എന്താമത്തെ ഒരു വിഷമം? മറ്റന്നാ വാവ. അന്ന് പൂജ നടത്തിയേ പറ്റൂ അല്ലേ? ആ, അല്ലെങ്കിൽ മാരിയമ്മൻ കോപിക്കും. കോപിച്ചാൽ? അയ്യോ, കോപിക്കാൻ പാടില്ല. തള്ളയുടെയും പുള്ളയുടെയും ഉയിര് മാരിയമ്മന്റെ കയ്യിലാ. തനിക്ക് മറ്റന്നാൾ തന്നെ പൂജ നടത്തണം. ആ, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടും. എന്താ ചെയ്യാമോ? എന്താ? അത് താനൊന്നും അറിയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. ഏത് കുലകുമ്പം വിചാരിച്ചാലും കരിപ്പട്ടി കച്ചവടം സായിപ്പേ നടത്തും. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? പണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയായിരുന്നു, ഇപ്പൊ രണ്ട് കൈ നോക്കാനും വയ്യ. നിനക്കിപ്പം വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ഒരു ജോലി തരാം. എന്റെ ജീപ്പിന് ഒരു ഡ്രൈവർ വേണം. എന്താ നിനക്ക് ഓടിക്കാവോ? ഞാൻ മദാമിനെ കല്യാണം കഴിക്കുന്ന എന്റെ ജാതകത്തിലുണ്ട്. അതുകൊണ്ട് ജപ്പാനിലെത്തി ഞാൻ നിന്നെ വേഗം വിളിപ്പിക്കാം. എന്നെ വിളിക്കൂ. നിനക്കൊരു മദാമിന് അയ്യോ, ആ അത് നല്ല ലക്ഷണം. സുന്ദരി ഞങ്ങൾ വരട്ടെ. நான் யார் தெரியுமா? பட்டாங்கத்தி நல்ல அச்சன். തമിഴ് തോന്നുന്നുണ്ട്. എന്നെയോ? ചോറ് ഞാൻ രണ്ട് ഊണ് കഴിച്ചു. ഒന്ന് പാവകം പട്ടിണിയാ. നീ കഴിച്ചു? എനിക്ക് വേണ്ട. എനിക്ക് മുള്ളാൻ മുട്ടുന്നു.
അയ്യോ എനിക്ക് പാട്ട് അറിയില്ല. തവാട്ട വേണം മേലാട്ട വേണം പഞ്ചാര പലകിലേക്ക് ഉമ്മ കൊലാപ്പ് വേണ്ട 5000 കൊടുക്കാം. അതോ അതിനൊപ്പം പണം മകറായി തന്ന പാവാട വേണം ഞാൻ യാത്രിമോ പാലയ്യൻ പിച്ചാങ്കത്തി പാലയ്യൻ. എനിക്ക് ഒരു കുമ്പും പറ്റിയിട്ടില്ല. ഞാനേ ആ ഭ്രാന്തന്റെ അടുത്ത് രക്ഷപ്പെടാൻ അടുത്ത് വേലയല്ലേ. പിന്നെ വീഡിയോ വാ